പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചു പോവുകയാണ്. നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഈശോയെ നന്ദിയുള്ള വ്യക്തികളായി ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നന്ദിയുള്ളവൻ നന്മയുള്ളവനായിരിക്കും. ഒരാൾ ചെയ്ത നന്മയ്ക്ക് നന്ദി പറയുന്നവൻ, നന്ദിയുള്ളവൻ്റെ ഉള്ളിൽ നന്മയുണ്ടാവും. ഉറപ്പാണ്. ഒരു നന്മയുള്ളത് കൊണ്ടാണ് അവന് നന്ദി പറയാനായിട്ട് സാധിക്കുക. നമ്മൾ വചനത്തിൽ വായിക്കുമല്ലോ, 10 കുഷ്ഠരോഗികൾ, ലൂക്കാ 17:11-18 വരെയുള്ള വാക്യങ്ങളിൽ 10 കുഷ്ഠരോഗികൾക്ക് കർത്താവ് കുഷ്ഠത്തിൽ നിന്ന് സൗഖ്യം കൊടുക്കുകയാണ്. അപ്പം അതിൽ ഒരാൾ മാത്രം തിരികെ വന്ന് കർത്താവിന് നന്ദി പറയുകയാണ്. അപ്പോൾ കർത്താവ് ചോദിക്കുന്നത് എന്താ? ഞാൻ 10 പേർക്കാണല്ലോ സൗഖ്യം നൽകിയത്, ബാക്കി 9 പേരെവിടെ? അത് എനിക്ക് ഉറപ്പാണ്, ആ തിരികെ വന്നവൻ്റെ മനസ്സിലൊരു നന്മയുണ്ടെന്നുള്ളതാണ്. ഒരു നന്മയുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നന്മയുണ്ട്. അത് ആർക്കും ഇല്ലാത്തത് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതുപോലെ ഉണ്ടല്ലോ, ആ ഒരു നന്മ നമുക്ക് വേണം. കർത്താവിനോട് എല്ലാറ്റിനും നന്ദി പറയാനുള്ളൊരു നന്മ മനസ്സ് നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് പറ്റും. കർത്താവെ, ഇന്നത്തെ ദിനം നൽകിയതിന് നന്ദി, ആഹാരം നൽകിയതിന് നന്ദി, കുടുംബം നൽകിയതിന് നന്ദി, ആരോഗ്യം നൽകിയതിന് നന്ദി, കർത്താവെ വഴി നടത്തിയതിന് നന്ദി, ശക്തിപ്പെടുത്തിയതിന് നന്ദി, കൃപ നൽകിയതിന് നന്ദി. എല്ലാറ്റിനും നന്ദി പറഞ്ഞ് നമ്മൾ ജീവിച്ച് നമ്മുടെ ഹൃദയം എങ്ങനെ സന്തോഷത്താൽ ജ്വലിക്കും. ദൈവീക വഴികളിൽ, വിശുദ്ധ വഴികളിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സങ്കീർത്തനം 106:1, കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടത്തേക്ക് എന്നേക്കും നന്ദി പറയണം, എന്നേക്കും അവിടുത്തെ കാരുണ്യത്തെ ഉദ്ഘോഷിക്കണം. അപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, വിശുദ്ധിയുടെ പാതയിൽ നമുക്ക് ചരിക്കാനായിട്ട് സാധിക്കും. 1 തെസ്സലോനിക്ക 5:18, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. അണ്ട് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ദൈവഹിതം ഇതാണ്. എല്ലാ കാര്യത്തിനും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. എല്ലാറ്റിനും, കുടുംബത്തിന്, ആരോഗ്യത്തിന്, സമ്പത്തിന്, പഠിക്കാനുള്ള കൃപ തന്നതിന്, താലന്തുകൾ തന്നതിന്, കഴിവുകൾ തന്നതിന്, എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറഞ്ഞേ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നിറയും. ദൈവത്തിൻ്റെ ആ ഒരു ഹൃദയത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകരപ്പെടും. കുറേ കൂടി നന്മയുള്ള മനുഷ്യരായിട്ട് മാറാൻ പറ്റും, കുറേ കൂടി വിശുദ്ധിയുള്ള മനുഷ്യരായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ നന്ദി. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.